ഹലോ, ഇന്ന് നമുക്കൊരു പപ്പായ ഫേഷ്യൽ ആയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ വലിയ പപ്പായയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേനൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ കൂടുതലൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇത് രണ്ടും മതി. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കേണ്ട. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പപ്പായ സെലക്ട് ചെയ്യുമ്പോഴത്തേനും 2 ടൈപ്പ് ഓഫ് പപ്പായ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തതിൽ ഒന്ന് വൈറ്റ് കുരുവുള്ളതും പിന്നെ ബ്ലാക്ക് കുരുവുള്ളതും. അതിൽ ബ്ലാക്ക് കുരുവുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം അതിനാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട്. എന്നിട്ട് ഞാനിത് ഫേസ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഒരു പകുതി ഒരു 10-20 മിനിറ്റ്സ് വെക്കുമ്പോൾ തന്നെ ഒന്ന് ഉണങ്ങാറാവും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഫസ്റ്റ് ഇത് മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം, അത് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നത് വരെ. പിന്നെ കണ്ണിന് താഴെയും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും ഇത് നല്ല എഫക്റ്റീവാണ്. എനിക്ക് ഇടയ്ക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഇത് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എന്നിട്ട് ഇത് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.